നമുക്കൊരു ഹൽദി സെലിബ്രേഷൻ കൂടിയാലോ? റിലേഷൻ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മോനാണ്. എൻ്റെ വകയിലൊരു ഇളയച്ചനായിട്ട് വരുമെങ്കിലും പ്രായം കൊണ്ട് ഞങ്ങൾ സെയിം ഏജാണ്. ഫംഗ്ഷൻ ഈവനിങ് തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയായത്. ഈ കാണുന്ന സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിലെ സാധനങ്ങളല്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രവേച്ചി ഉണ്ടാക്കി തന്നതാണ് ഇതൊക്കെ. എൻ്റെ വീട്ടിൽ ഞാൻ ഒഴികെ മറ്റെല്ലാവർക്കും മണ്ഡലവ്രതം ആയതുകൊണ്ടും പിന്നെ പൊതുവേ എൻ്റെ വീട്ടിലധികം നോൺ വെജ് കഴിക്കാത്തത് കൊണ്ടും പ്രവേച്ചിയാണ് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുള്ളത്. എനിക്ക് നോൺ വെജ് കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പം പ്രവേച്ചിൻ്റെ അടുത്താണ് പറയാറ്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞാൻ റെഡിയാവാൻ വേണ്ടി പോയി. കാരണം ഒരു 4:45 മിനിമം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്നെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഫംഗ്ഷന് ഒരു 5:30 കഴിഞ്ഞപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രസ് കളർ കോഡ് ഗ്രീൻ ആയിരുന്നു. ഞങ്ങളൊക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാഹുൽ എന്നാണ് ഗ്രൂമിന്റെ പേര്, നിവേദിത എന്നാണ് ബ്രൈഡിന്റെ പേര്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. രണ്ടുപേരും ഇപ്പൊ MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും കൂടിയാണല്ലോ. ഈ കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. സോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നടക്കുമ്പോൾ മാത്രമേ നമ്മളെല്ലാവരും പരസ്പരം കാണുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആക്ച്വലി ബന്ധം കൊണ്ട് എൻ്റെ ഇളയമ്മമാരും ഇളയച്ചന്മാരും ഒക്കെ ആവേണ്ട ആൾക്കാരാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 70 ആൾക്കാരുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇത്. ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നും ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഗെയിംസും ഡാൻസ് പെർഫോമൻസസും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഫംഗ്ഷൻ മിസ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. കാരണം എൻ്റെ പ്ലാൻ പ്രകാരം ഞാൻ വാരണാസിയിൽ നിന്ന് ഈ ദിവസം തിരിച്ചെത്തുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഗുദാഹവയായല്ലോ. എൻ്റെ ഡാൻസ് ആയിരുന്നു ഏറ്റവും കോമഡി. ഗ്രൂമിൻ്റെ ഏച്ചി എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം എന്നുള്ളത്. ഇവരുടെ ഒരു സിംഗിൾ മാഷപ്പ് ആയിരുന്നു. അതിൽ ഒരു സോങ് ഞങ്ങൾ 4 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കളിച്ചത്. റിമൈനിങ് സോങ്സ് മറ്റുള്ളവർ കളിക്കുന്നത് നോക്കിയിരിക്കുമ്പോഴാണ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഫീലിങ്സും ആ മാഷപ്പിലുണ്ട്, പക്ഷെ ആരും പ്രിപ്പയർഡ് അല്ല, എന്തെങ്കിലുമൊക്കെ പോയി കളിക്കുന്നുള്ളത്. പിന്നെന്ത് ചെയ്യാനാ, ഒറ്റയ്ക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പോയി കളിക്കാമെന്നും പറഞ്ഞിട്ട് കളിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡാൻസ് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. ആ ടൈമിൽ അവിടെ ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഈ ഫംഗ്ഷൻ കൂടൽ മാത്രമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും കൂടിയാണല്ലോ ഈ സമയം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കുറേ പേരെ കാണാൻ പറ്റി, കുറേ സംസാരിക്കാൻ വേണ്ടി പറ്റി. ഇനിയും കുറേ ഫംഗ്ഷൻസ് വരാനുണ്ട്. അപ്പോൾ ഇനിയും കുറേ കുടുംബക്കാരെ കാണും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ 4 പേരുടെ കൂടെ കളിച്ച ഡാൻസ്, ആ ഡാൻസാണിത്. കണ്ടു ഞാനിങ്ങനെ തപ്പി തപ്പി കളിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.